ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു, ജോയിൻ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. സോ ഹൗ എവ്രി വൺ ഈസ് ഡൂയിങ്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഓരോ ദിവസവും നമ്മളുടെ മെഡിറ്റേഷൻസും അതേപോലെ തന്നെ നമ്മളുടെ ക്ലാസ്സുകളും നിങ്ങൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ 2 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല, മെഡിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു വിചാരിക്കുന്നു. എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരൊന്ന് എന്ന് കമന്റ് ചെയ്തേ. കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, കമന്റ് ഡൗൺ. whatever it is, like you just comment down. Me എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എന്നും മെഡിറ്റേഷനിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാർ me എന്ന് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അനിത പറയുന്നു. ഓക്കെ, അനിത മാം പറയുന്നു, കമന്റ് ചെയ്യുന്നു. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുന്ന ബന്ധുകൃഷ്ണ. ഓക്കെ, ഹൗസിയ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു റിസൾട്ടിനെ കുറിച്ച് ഒന്ന് കമന്റ് ചെയ്യാമോ? നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിൽ കുറേയായിട്ട് പങ്കെടുത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു റിസൾട്ട്, വൺ സിംഗിൾ റിസൾട്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പുതിയ ആൾക്കാരുണ്ടാകാം, പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ വെൽക്കം ചെയ്യാണ്. ഫസ്റ്റ് ടൈം ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? പീസ്. ഓക്കെ, ഇക്ബാൽക പറയുന്നു പീസ്, സമാധാനം ഫീൽ ചെയ്യുന്നു. ഓക്കെ, വേറെ? അഷ്റഫ് പറയുന്നു ഓൾമോസ്റ്റ്. ഓക്കെ, മീ ടൈം കിട്ടുന്നു. ഓക്കെ, എനിക്ക് എൻ്റെതായിട്ടുള്ള സമയം കിട്ടുന്നു, മൈൻഡ് ഫ്രീ ആകുന്നു. വെരി ഗുഡ്. വേറെ? നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കാണുന്നതായിട്ട് സംഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ ദേഷ്യം കുറയുന്നുണ്ടോ? മൈൻഡ് പോസിറ്റീവ് ആകുന്നു. നല്ല സൗഹൃദ ബന്ധങ്ങൾ, എല്ലാവരോടും വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ട്, മനസ്സമാധാനത്തോട് കൂടിയിട്ട് പെരുമാറാൻ കഴിയുന്നുണ്ടോ? സെൽഫ് കെയർ, ദേഷ്യം കുറഞ്ഞ സമാധാനമുണ്ട്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വേറെ എന്താണ് ഫീൽ ചെയ്യുന്നത്? ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്, സമാധാനമുണ്ട്. വേറെ എന്തെല്ലാം ഫീലിംഗ് ആണുള്ളത്? സമാധാനം കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സെൽഫ് കൺട്രോൾ, പോസിറ്റിവിറ്റി, സമാധാനം കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പം ഇങ്ങനെയുള്ള റിസൾട്ടുകൾ ഒക്കെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരുന്നു. എന്ത് മാറ്റമാണ് വരുന്നത് സ്വഭാവത്തിൽ? ഓക്കെ, മുബീന, ദേഷ്യം കുറഞ്ഞു, സെൽഫ് ടോക്ക് ഉണ്ട്, ശാന്തത കൈവരിക്കുന്നു, ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു, അവോയ്ഡ് തോട്ട്സ്, അനാവശ്യമായ ചിന്തകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. പല രീതിയിലുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ പ്രോപ്പർലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ ഇന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തരാം. മെഡിറ്റേഷൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, അതിൽ പാലിക്കേണ്ട റൂൾസ് എന്താണ്, നിങ്ങൾ ഇതൊക്കെ പാലിക്കാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ മെഡിറ്റേഷൻ നല്ല രീതിയിലേക്ക് എങ്ങനെ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഇഫ് യു റെഡി ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. ഇഫ് യു റെഡി ഫോർ ദാറ്റ്. കാരണം മെഡിറ്റേഷൻ ഇസ് എ വണ്ടർഫുൾ ടൂൾ, വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. എന്താണ് മെഡിറ്റേഷൻ, അതേപോലെ എങ്ങനെയാണ് നമ്മളത് നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിസൾട്ട് ലഭിക്കാനായിട്ട്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, മെഡിറ്റേഷൻ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്യുന്ന സംഗതികൾ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷനിൽ നല്ല റിസൾട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം. റെഡി? ഓക്കെ, പലരും റെഡി ആൻഡ് എക്സൈറ്റഡ് ആണ് എന്നുള്ളത് കമന്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഒന്ന് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, മെഡിറ്റേഷൻ നല്ല രീതിയിൽ റിസൾട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ഒന്ന്, ഇറ്റ് റിക്വയർസ് ടൈം. നിങ്ങളുടെ സമയം അതിനാവശ്യമാണ്. അതായത് സമയം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെഡിറ്റേഷൻ നല്ല രീതിയിലേക്ക് റിസൾട്ട് ലഭിക്കുള്ളൂ. പ്ലസ് അടുത്തത് എന്താണ്? പ്രാക്ടീസ്. അതായത് നിങ്ങളുടെ ഒരു എഫേർട്ട് ഉണ്ടാവണം, അതായത് തുടർച്ചയായിട്ട് ചെയ്യാനുള്ള എഫേർട്ട് ഉണ്ടാവും. ദെൻ പെർസിസ്റ്റൻസ്, അതിൽ നിന്ന് പിന്തിരിയാതെ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ മുഖേന നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നല്ല റിസൾട്ടിലേക്ക് അത് എത്തിച്ചേരും. ടൈം, പ്രാക്ടീസ്, പെർസിസ്റ്റൻസ്.
ഒന്ന് നിങ്ങൾ ടൈം ഇടുക, മറ്റൊന്ന് നിങ്ങൾ എഫേർട്ട് ഇടുക, മറ്റൊന്ന് തുടർച്ചയായിട്ട് എഫേർട്ട് ഇടുക. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കാലം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു 90 ദിവസമെങ്കിലും ചെയ്യണം. 10% ആ 90 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നല്ല റിസൾട്ടിലേക്ക് അത് ചെയ്യും എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അതിനൊരു റെപ്പിറ്റീഷന്റെ ഇത്രയും കാലം ഇത് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഫിസിക്കൽ മസിൽസ് നമുക്കറിയാലോ, അതേപോലെ തന്നെ ഒരു സംഗതിയാണ് ഇമോഷണൽ മസിൽസ്. നമ്മുടെ ശരീരത്തിലെ മസിൽസ്, നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ജിമ്മിൽ പോയിട്ട് നമ്മൾ എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ മസിൽസ് എന്താകും? ഡെവലപ്പ് ആകും, അല്ലേ? അത് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? നല്ല ഷേപ്പിൽ, നല്ല ആരോഗ്യമുള്ള നല്ലൊരു ശരീരം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ മസിൽസ്. സെയിം തിങ്. വർക്ക്ഔട്ട് യുവർ മെന്റൽ മസിൽസ് റിപ്പീറ്റഡ്ലി ആൻഡ് കൺസിസ്റ്റന്റ്ലി. മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ മെന്റൽ മസിൽസിനെ റിപ്പീറ്റ് ചെയ്യലാണ്. എന്തൊക്കെയാണ് നമ്മുടെ മെന്റൽ മസിൽസ്? നമ്മുടെ മെന്റൽ മസിൽസ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. നമ്മുടെ മെന്റൽ മസിൽസ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ പവറാണ്. നമ്മുടെ മെന്റൽ മസിൽസ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ പവറാണ്. നമ്മുടെ മെന്റൽ മസിൽസ് എന്ന് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് ആണ്. നമ്മുടെ മെന്റൽ മസിൽസ് എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമ്മുടെ മെന്റൽ മസിൽസ് എന്ന് പറയുന്നത് കാംനെസ് ആണ്, മെച്യൂരിറ്റി ആണ്. ഇതെല്ലാം നമ്മുടെ മെന്റൽ മസിൽസ് ആണ്. ഈ മെന്റൽ മസിൽസ് സ്ട്രോങ് ആയി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും സെൽഫ് ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോകാനും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെയുള്ള ആ മനസ്സ് ഡെവലപ്പായി വരും. സോ എങ്ങനെയാ അത്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചെയ്യും? ഒരു ഷിഫ്റ്റ് സംഭവിക്കും. നമ്മളുടെ വിശ്വാസങ്ങളൊക്കെ മാറി മറിയും, നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറി മറിയും. നമുക്ക് ലോകത്തോടുള്ള കാഴ്ചപ്പാട്, അതേപോലെ തന്നെ നമുക്ക് വ്യക്തികളോടുള്ള കാഴ്ചപ്പാട്, നമുക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാട് എല്ലാം കംപ്ലീറ്റ്ലി മറിയുന്ന ഒരു അവസ്ഥയിലെത്തി. അപ്പൊ മെഡിറ്റേഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ ഈസ് എ പ്രാക്ടീസ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ട്രെയിൻസ് ദ മൈൻഡ്. അതായത് മനുഷ്യ മനസ്സിനെ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ട്രെയിൻ ചെയ്യണം, പരിശീലിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്? ഇൻഡ്യൂസസ് എ മോഡ് ഓഫ് കോൺഷ്യസ്നസ്. ഒരു പുതിയ ബോധമണ്ഡലം സൃഷ്ടിക്കുകയാണ്. എന്തിനാ സൃഷ്ടിക്കുന്നത്? ടു റിയലൈസ് സം ബെനഫിറ്റ്, എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓർ ആസ് എൻ എൻഡ് ഇൻ ഇറ്റ്സെൽഫ്. അതായത് ചുമ്മാ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ, ജസ്റ്റ് ആ ഒരു കോൺഷ്യസ്നെസ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈൻഡിനെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെന്താണ്? എന്തെങ്കിലും ഒരു ബെനഫിറ്റ്, നമ്മുടെ ലക്ഷ്യം നേടലാവാം, നമുക്ക് ക്ഷമ കൊണ്ടുവരലാവാം, നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കലാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ബെനഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അത് മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മളുടെ അധികം ആൾക്കാരുടെയും പ്രശ്നം എന്താ? നമ്മുടെ അധികം ആൾക്കാരുടെയും പ്രശ്നം നമ്മളുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ ശീലങ്ങളെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട്, കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട്, വിൽ പവറോട് കൂടിയിട്ട് ഉള്ള സ്ട്രോങ് ആയിട്ട്, കറേജിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാം. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല കറേജ് ഉണ്ടാകും, നെഗറ്റീവായ എല്ലാ ചിന്തകളും പോകും. അപ്പോൾ നമ്മൾക്ക് വലിയ രീതിയിൽ നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾ ലോകം കീഴടക്കുന്ന പറയും. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അയാൾ ജീവിതത്തെ കീഴടക്കും. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ മൈൻഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലേക്ക് സ്ട്രോങ് ആക്കി, വിൽ പവർ ഉള്ള മൈൻഡ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോ ഇഫ് യു റിമൂവ് ഓൾ, എന്താ പറയുക, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എല്ലാ ചിന്തകളും, എല്ലാ സങ്കല്പങ്ങളും എല്ലാം റിമൂവ് ചെയ്താൽ പിന്നീട് എന്താ സംഭവിക്കുക? അതാണ് മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത്. മെഡിറ്റേഷൻ എല്ലാ ചിന്തകളും നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ പുതിയൊരു ചിന്താമണ്ഡലം കൊണ്ടുവരികയാണ് ആദ്യഘട്ടത്തിൽ. അതാണ് കോൺഷ്യസ്നസ്. എന്നിട്ട് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയ ചിന്തകൾ കൊടുക്കുന്നു, പുതിയൊരു തലം, ഒരു ചിന്ത. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നു, റിലാക്സ് ചെയ്യുന്നു, നമ്മുടെ മനസ്സിനെ ചിന്തകളൊക്കെ ഒഴിവാക്കി വളരെ കാമാക്കി നിർത്തുന്നു. അവിടെ നമ്മുടെ ചിന്താമണ്ഡലം മാത്രം ബാക്കിയാവും. ബാക്കിയുള്ള ചിന്തകളൊന്നുമില്ല. നമ്മൾ ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നു, ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നീട്
നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾക്ക് എന്താണോ വേണ്ട കാര്യങ്ങൾ, ആ ബെനിഫിറ്റുകൾ, ആ വേണ്ട കാര്യത്തിന് വേണ്ട ചിന്തകൾ മാത്രം കൊടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ വരും. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ. സോ ഇറ്റ്സ് എ പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഈസ് മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ പ്യുവർ സ്റ്റേറ്റിലേക്ക് എത്തുക. ചിന്താമണ്ഡലം, വേറെ ചിന്തകളൊന്നും ഇല്ലാത്ത നല്ല ശാന്തമായ മാനസികാവസ്ഥയിലേക്ക് എത്തലാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് എത്തിയതിനു ശേഷം അടുത്തത് നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അതൊരു സയന്റിഫിക് മെഡിറ്റേഷൻ അറിയപ്പെടും. അതായത് പ്രോഗ്രാമിംഗ്, റീപ്രോഗ്രാമിംഗ്, മൈൻഡ് പവർ മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ മെഡിറ്റേഷൻ ഇസ് എ സ്റ്റേറ്റ് വേർ കോൺഷ്യസ്നസ് ഓൺലി റിമൈൻസ്. മനസ്സിലായല്ലോ? മെഡിറ്റേഷൻ എന്താണ്? ആ ചിന്താമണ്ഡലം കാലിയാക്കി വളരെ ക്ലീൻ സ്ലൈറ്റ് ആക്കിയിട്ട് ഒരു ചിന്തകളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കലാണ്. അത് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടേക്ക് എന്ത് ചിന്തകൾ കൊടുക്കുന്നുവോ അത് നമുക്ക് തീരുമാനിക്കാം. ആ ചിന്തകൾക്കനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മൈൻഡ് പിന്നെ അതാണ് വിശ്വസിക്കുക. അപ്പൊ അതൊരു ദിവസം ചെയ്താൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? ആ ഒരു അച്ചീവ്മെന്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സോ മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം? നമ്മുടെ ക്ലാരിറ്റി ഓഫ് മൈൻഡ് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ചിന്തകൾ. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ, വിഷമം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് പലപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എന്തൊക്കെയോ ചിന്തിക്കുന്നു, നമ്മൾ എന്ത് ചിന്തിക്കണം നമുക്ക് അറിയില്ല, നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, കുറേ ചിന്തകൾ വരുന്നു പോകുന്നു. അപ്പോൾ ഓവർ തിങ്കിങ് നമുക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് മാറാം. അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളില്ല, നമ്മുടെ മനസ്സിനുള്ളിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനുള്ളിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇംപ്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിനുള്ളിൽ ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, പക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, പക, ദുഃഖം, വിഷമം, അതേപോലെ തന്നെ കുറ്റബോധം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ മനസ്സിനുള്ളിൽ ഇതെല്ലാം അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ശക്തി എന്ത് ചെയ്യും? നമുക്ക് ക്ഷയിച്ചുകൊണ്ടിരിക്കും. മനസ്സിനുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാലുള്ള പ്രോബ്ലം, നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള വെറുപ്പ്, വിദ്വേഷം, പക, കുറ്റബോധം, വിഷമം, സങ്കടം, പ്രയാസം, ഇങ്ങനെയുള്ള സംഗതികൾ, ഇത്തരത്തിലുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ട് ചിന്തകൾ, ഇതൊക്കെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ഓവർ തിങ്കിങ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, മനസ്സൊരു മണ്ണ് പോലെ എന്നാ പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മണ്ണ് നമുക്ക് കാണാം. നല്ല ഫലഭൂഷ്ഠതയുള്ള മണ്ണ്, അല്ലേ? ആ ഫലഭൂഷ്ഠതയുള്ള മണ്ണുണ്ടാകാം. അതിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു വൃക്ഷത്തൈ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തളച്ചു വളരും. എന്നാൽ ഒരു കാട് പിടിച്ച് കിടക്കുന്ന, തരിശായി കിടക്കുന്ന ഒരു ഭൂമി, ആ ഭൂമിയിൽ ഒരുപാട് കളകളുണ്ട്. കളകൾ എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുന്നു. അവിടെ കൊണ്ടുപോയിട്ട് നമ്മളൊരു വൃക്ഷത്തൈ നട്ട് കഴിഞ്ഞാൽ അത് വളരില്ല. അതിനു മുൻപ് എന്ത് ചെയ്യണം? ആ കളകളൊക്കെ വെട്ടി മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു മണ്ണിനെ നമ്മൾ ആ മണ്ണിനെ കളകളൊക്കെ വെട്ടി മാറ്റി ഉഴുത് മറിച്ച് വൃത്തിയാക്കിയതിനു ശേഷം നല്ല വളമൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വളക്കൂറുള്ള മണ്ണായി മാറും. ഓക്കെ. അപ്പൊ ഈ വെറുപ്പ്, വിദ്വേഷം, പക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കളകളെ പോലെയാണ്. ഈ കളകളുടെ പ്രശ്നം എന്താണ്? കളകൾ എന്ത് ചെയ്യും? മണ്ണിന്റെ കാട് പിടിച്ച് കിടക്കുന്ന അവിടെയുള്ള കാട് നമ്മൾ അവിടെ വൃക്ഷത്തായി കൊണ്ടിട്ട് നട്ടിട്ട് കാര്യമില്ല, അത് വളരില്ല. കാരണം എന്ന് വെച്ചാൽ ആ മണ്ണിന്റെ ഫലഭൂഷ്ഠത മുഴുവൻ ആര് വലിച്ചെടുക്കുന്നുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ, ആരാ വലിച്ചെടുക്കുന്നത്? ആ വൃക്ഷത്തൈയാണോ വലിച്ചെടുക്കുന്നത്? അല്ല, ആ കളകൾ വലിച്ചെടുക്കുന്നുണ്ട്, അല്ലേ? ആ കാട് പിടിച്ചു കിടക്കുന്ന അവിടെയുള്ള മറ്റുള്ള ചെടികളും മറ്റുള്ള കാടുകൾ, സംഗതികളും കാര്യങ്ങളും ഒക്കെ, പുല്ലും ഒക്കെ എന്ത് വലിച്ചെടുക്കുന്നു. അപ്പൊ അതിനെന്ത് വെച്ചാൽ ആ വൃക്ഷത്തൈന് കിട്ടേണ്ട വളം കിട്ടില്ല. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ട ഊർജം, പോസിറ്റീവ് തിങ്കിങ്, കറേജ്, ആത്മവിശ്വാസം, ധൈര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തിനു ലഭിക്കില്ല? നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ലഭിക്കില്ല. അപ്പൊ അത് അങ്ങനെ ലഭിക്കാതെ വരുമ്പോ നമ്മൾ അവിടെ എന്ന് വെച്ചാൽ ഈ വെറുപ്പ്, വിദ്വേഷം, പകയൊക്കെ റിമൂവ് ചെയ്യാം. അപ്പൊ മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, മെഡിറ്റേഷനിൽ നമ്മൾ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളകളെ വെട്ടിമാറ്റുന്ന ഒരു അരിവാളാണ്, അല്ലെങ്കിൽ എന്താ പറയുക, മൺവെട്ടി പോലെയാണ്. വെച്ചാൽ അത് കളകളെ മുഴുവൻ എടുത്ത് കളയും. ഏത്? നമ്മൾ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലെന്ന് വെച്ചാൽ കുറ്റബോധമുണ്ട്. അപ്പൊ സെൽഫ് ലവ് കൊടുക്കുകയാണ് നമ്മൾ. സെൽഫ് ലവ് നമ്മൾ കൊടുക്കുമ്പോൾ സെൽഫ് അക്സെപ്റ്റൻസ് കൊടുത്തിട്ട് വെച്ചാൽ നമ്മൾ ആ ഒരു കുറ്റബോധം അവിടെ മാറ്റിയിട്ട് നമ്മൾ നമ്മളെ സെൽഫ് അക്സെപ്റ്റ് ചെയ്ത് സ്നേഹിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടേക്ക് നമ്മൾ നല്ല. ഇന്ന് നിങ്ങൾ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ലേ? ലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്തല്ലോ. അപ്പൊ നിങ്ങൾ ഇത്രയും ദിവസം, പല ദിവസങ്ങളിലായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ ചെയ്തു പോകുന്നത്. ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷൻ എന്താ വെച്ചാൽ നിങ്ങളെ മനസ്സിനെ വൃത്തിയാക്കിയിട്ടാണ് അതിലേക്ക് ചെയ്യുന്നത്.
അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഉള്ളിൽ ആ ലക്ഷ്യം തഴച്ചു വളരാൻ തോന്നും. ഉള്ളിൽ വളർച്ച പൂർണ്ണമായി എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് അത് വരും എന്ന് പറയാം. മനസ്സിനുള്ളിൽ പൂർണ്ണമായിട്ടും കളകളില്ലാതെ ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ നല്ല ചിന്തകൾ കൊടുത്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സെന്തായി മാറും? നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്തായി മാറും? അത് പുറത്ത് റിയൽ ആയിട്ട് സംഭവിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും മറക്കാതെ നമ്മൾ മുറുകെ പിടിക്കുക. പലപ്പോഴും പല ദിവസങ്ങളിലും അല്ലെ, പലപ്പോഴും നമുക്ക് ചിന്തകൾ മാറാം, മെഡിറ്റേഷൻ ചെയ്യാതിരിക്കാം. അപ്പൊ അതിനാണ് നമ്മൾ ഈ മോർണിംഗ് ക്ലാസ് ആയിക്കോട്ടെ, നമ്മുടെ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യാന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വല്ലപ്പോഴും ചെയ്യല്ല വേണ്ടത്, സ്ഥിരമായിട്ട് ഇതിലേക്ക് വന്ന് അറിയാം. പലപ്പോഴും മിസ്സായി പോകാറുണ്ട് അല്ലെ. ഇറ്റ്സ് ഓക്കെ, പറയാം ഇറ്റ്സ് ഓക്കെ, സാരമില്ല. സെൽഫ് ലവ് കൊടുക്കുക മനസ്സിലേക്ക്. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. നമ്മൾ പതിയെ 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 അതിലേക്ക് തിരിച്ചു വരിക. ഓരോ തവണയും തിരിച്ചു വന്ന് നമ്മുടെ മനസ്സ്, കാരണം നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ എത്രത്തോളം ഉണ്ട്. ശരിയല്ലേ? എത്രയോ തവണ നല്ല രീതിയിൽ അല്ലെ, ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ, നല്ല ശീലങ്ങളോട് കൂടിയിട്ട്, നല്ല ചിന്തകളോട് കൂടിയിട്ട്, നല്ല മനസ്സോട് കൂടിയിട്ട്, ലക്ഷ്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ച്, ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച്, അനാവശ്യ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, ദുശീലങ്ങളൊക്കെ ഒഴിവാക്കി, നല്ല രീതിയിലേക്ക് ചിന്തിച്ച് സ്വപ്നം കണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാ നമ്മൾ. പക്ഷേ ഈ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ വന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിന്തകൾ വന്ന് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വന്ന് നമ്മൾ ട്രാക്ക് തെറ്റിപ്പോകും. എസ്വരോ, എത്ര പേർക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് തെറ്റാറുണ്ട്? ഒന്ന് കമന്റ് ചെയ്തു. ട്രാക്ക് തെറ്റുന്നവരൊന്ന് നീ ഒന്ന് കമന്റ് ചെയ്തു. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാക്ക് തെറ്റും. ഈ ട്രാക്ക് തെറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരുപാട് പേർക്ക് അല്ലെ, ഒരുപാട് പേർക്ക് അങ്ങനെ ട്രാക്ക് തെറ്റുന്നുണ്ട്. ഇവിടെ പലരും കമന്റ് ചെയ്യുന്നു. സത്യസന്ധതയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ഞാൻ പ്രത്യേകം എന്ത് ചെയ്യാണ്? നല്ലൊരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹോണസ്റ്റ്. വളരെ സത്യസന്ധമായിട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ചിന്തകൾ എന്ന് വെച്ചാൽ ഓക്കെ, ഒരുപാട് പേർക്ക് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ചിന്തകൾ. ഇപ്പൊ എനിക്ക് തന്നെ പറയുമ്പോഴേക്കില്ലേ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒരാൾ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്, സാറിന്റെ ഫാദറിന് ആത്മശാന്തിക്ക് പ്രാർത്ഥിക്കുന്നു. ബിന്ദു മാം, താങ്ക് യു സോ മച്ച്. ഫാദർ മരണപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിലാണ് ഞാനിപ്പോ ഉള്ളത്. അപ്പോ ഏകദേശം കുറച്ച് ദിവസങ്ങളെ ആവുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു വന്നു. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അതിൽ നിന്ന് റിക്കവറായി നമ്മളിങ്ങനെ ഇതുപോലൊരു പ്രശ്നമാവാം. പലർക്കും പല സംഗതികൾ സംഭവിക്കും, വിഷമങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും ഒരു വല്ലാത്ത നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ വരും. അപ്പോഴൊക്കെ നമ്മൾ ട്രാക്ക് തെറ്റിപ്പോകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തിരിച്ചു പിടിക്കുക, വീണ്ടും തിരിച്ചു വരിക, വീണ്ടും തിരിച്ചു വരിക, വീണ്ടും തിരിച്ചു വരിക. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണെന്ത്, ഈ പറഞ്ഞിരിക്കുന്ന എന്ത് ഡിസ്ട്രാക്റ്റഡ് ആയി പോവുക എന്ന് പറയും. ഇറ്റ് ഈസ് കോമൺ ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ. നിങ്ങൾ നിങ്ങളോട് പറയേണ്ടത് വെച്ചാൽ സാരമില്ല, ഇറ്റ്സ് ഓക്കെ, എന്റെ ഉദ്ദേശം നല്ലതാണ്. മനസ്സിൽ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് യു ആർ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഐ ലവ് മൈസെൽഫ്, എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്റെ ഉദ്ദേശം നല്ലതാണ്, എന്റെ ഉദ്ദേശം നല്ലതാണ്, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ സമാധാനിപ്പിച്ച് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ ട്രാക്കിലേക്ക് കയറുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്ന നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസ് കളയുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നല്ല ഫോക്കസ് തിരിച്ചു കിട്ടും, വീണ്ടും നമുക്ക് മുന്നോട്ട്. അടുത്ത എന്താണ് മെഡിറ്റേഷന്റെ മറ്റൊരു ബെനിഫിറ്റ്? ഇൻഡ്യൂഷൻ ആൻഡ് ഇന്നർ ഗൈഡൻസ്. അതായത് നമ്മുടെ തോന്നലുകളൊക്കെ ശരിയാവാൻ തുടങ്ങും. ഒരു ഇന്നർ ഗൈഡൻസ്, ഉള്ളിൽ നിന്ന് നമുക്കൊരു ഗൈഡൻസ് വരും. നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ളതിന് പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാറില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആയി ലൈഫിൽ. നെഗറ്റീവായ ഒരുപാട് ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യും. പറയേണ്ടതാണോ പറയുന്നത് അറിയില്ല, എടുക്കേണ്ട തീരുമാനമാണോ എടുക്കുന്നത് അറിയില്ല. പല മിസ്റ്റേക്സുകളും സംഭവിക്കാൻ തുടങ്ങും. അപ്പൊ ലൈഫിൽ എന്താ വെച്ചാൽ നമുക്ക് മിസ്റ്റേക്സുകൾ കുറച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ പരമാവധി ശരിയാവണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു ശരിയായ ചിന്ത വരണം. ഇതാണ് ഞാൻ എടുക്കേണ്ടത്. ഉള്ളിൽ നിന്നൊരാൾ ഗൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഇന്നർ ഗൈഡൻസ്, ഇതാണ് നീ പോയി ചെയ്യേണ്ടത്, അത് കറക്റ്റായിട്ട് പരമാവധി ശരിയാകുന്ന ഒരു അവസ്ഥയുണ്ട്.
നിങ്ങളുടെ തോന്നലുകൾ ശരിയായ തോന്നലുകളിലേക്കും ശരിയായ തീരുമാനങ്ങളിലേക്കും നിങ്ങളെ നയിക്കാൻ തുടങ്ങും. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലൊക്കെ നിങ്ങൾക്ക് വല്ലാത്ത ആത്മവിശ്വാസം ഫീൽ ചെയ്യും. അത് മാത്രമല്ല, അത് ശരിയാവുകയും ചെയ്യും. കലുഷിതമായ മൈൻഡിൽ നിന്ന് തെറ്റായ ഒരുപാട് തീരുമാനങ്ങൾ വരും. ഭയപ്പെട്ട മൈൻഡിൽ നിന്ന് തെറ്റായ ഒരുപാട് തീരുമാനങ്ങൾ വരും. മറിച്ച് ഭയമില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റാണ്. ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. ജസീറ റഫീഖ് പറയുന്നത് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്ന പോലെയാണ്. താങ്ക് യു. എനിവേ, ഇത് ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തത് മാത്രം. അപ്പൊ ക്ലാരിറ്റി ഓഫ് മൈൻഡ് എന്താ വെച്ചാൽ വർദ്ധിക്കുകയാണ്. ഇൻഡ്യൂഷൻ ആൻഡ് ഇന്നർ ഗൈഡൻസ് അല്ലെ. ആൻഡ് കണക്ട് ടു യൂണിവേഴ്സൽ മൈൻഡ്. അതാണ് അടുത്ത ഏറ്റവും വലിയ വെച്ചാൽ നമ്മുടെ ഇന്നർ ഗൈഡൻസ് പോലെ തന്നെ സംഗതിയാണ് യൂണിവേഴ്സൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു മൈൻഡ് ഉണ്ട് നമുക്ക്. അതായത് യൂണിവേഴ്സൽ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആകും. നമ്മൾ ദൈവം എന്ന് വിളിക്കും അല്ലെ. അതേപോലെ തന്നെ നമ്മൾ പ്രപഞ്ചനാഥൻ, പ്രപഞ്ച ശക്തി എന്ന് വിളിക്കും. ശാസ്ത്രം അതിനെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ മൈൻഡ് എന്ന് വിളിക്കുന്നു. യൂണിവേഴ്സൽ മൈൻഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കുള്ളത് പോലെ തന്നെ ഈ യൂണിവേഴ്സിന് ഒരു മൈൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചം. അപ്പൊ ആ ഒരു നമുക്കുള്ളിൽ വരുന്ന അത് അവിടേക്ക് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ ഒരുപാട് വിസ്ഡം കിട്ടും, നല്ല ചിന്തകൾ. നമ്മുടെ ചിന്തകളൊക്കെ കുറച്ചുകൂടെ വലിയ ചിന്തകളിലേക്ക് പോകും, നല്ല ചിന്തകളിലേക്ക് പോകും, നേരായ ചിന്തകളിലേക്ക് പോകും, ശരിയായ ചിന്തകളിലേക്ക്. അതേപോലെ തന്നെ നമുക്ക് ജ്ഞാനം വർദ്ധിക്കാൻ തുടങ്ങും. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി തുടങ്ങും. നമ്മളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കാൻ തുടങ്ങും. അൺലിമിറ്റഡ് ക്രിയേറ്റിവിറ്റി വരാൻ തുടങ്ങും. അതാണ് യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡൗൺലോഡിങ് ദ വിഷൻ എന്ന് പറയുന്ന അടുത്ത പോയിന്റ്. അതായത് നമുക്ക് അടുത്ത് സംഭവിക്കുന്ന കാര്യം എന്താണ്? വിസ്ഡം ഡൗൺലോഡ് ചെയ്യും. വിസ്ഡം ഡൗൺലോഡ് ചെയ്യുന്ന ഈ യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, ബുദ്ധിപരമായ നമുക്ക് അറിവ് ഒരുപാട് വർദ്ധിക്കാൻ. പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങും. എങ്ങനെയപ്പോ അത് പറയാം? അതായത് പല സത്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതെന്താ ഇങ്ങനെ, ഈ ലോകം എന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ആൾക്കാരെന്താ ഇങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എന്ത് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് നമ്മുടെ ഉള്ളിലുള്ള എന്തുകൊണ്ട് എന്ന പല ചോദ്യത്തിനും ഉത്തരങ്ങൾ വരാൻ തുടങ്ങും. അത് ഇതുകൊണ്ടാണ്. അത് നമ്മൾ അറിയാതെയാണ് അത് വരിക. നമുക്കത് മനസ്സിലായിട്ട് തുടങ്ങും. നമുക്ക് അറിവ് വർദ്ധിക്കാൻ ഓട്ടോമാറ്റിക്കലി, നമ്മൾ പുതിയ വായിക്കൊന്നും വേണ്ട, നമ്മളിലേക്ക് നല്ല ചിന്തകൾ വന്ന് നമുക്ക് ചിന്തകൾ ഇങ്ങനെ കണക്റ്റഡ് ആവാൻ തുടങ്ങും. അത് ഇതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കാൻ തുടങ്ങും. ക്ലിയർ ആണോ പറയുന്നത്? അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോകാൻ തുടങ്ങും. ഡൗൺലോഡിങ് ദ വിസ്ഡം. നെക്സ്റ്റ് എന്താ? പീസ് ആൻഡ് ജോയ്. നിങ്ങൾ തന്നെ പലരും ഇവിടെ കമന്റ് ചെയ്തു, മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? മനസ്സമാധാനം ലഭിക്കും, ജോയ്, വല്ലാത്ത ആത്മവിശ്വാസം ലഭിക്കും. ഇതൊക്കെ അതിന്റെ ബെനിഫിറ്റ് ആണ് കേട്ടോ മെഡിറ്റേഷൻ. സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. പീസ് ആൻഡ് ജോയ്, വല്ലാത്ത ആനന്ദം, ഉള്ളിൽ നിന്നൊരു സന്തോഷം വരാൻ തുടങ്ങും. നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിനെ കുറിച്ചും നമ്മുടെ ലൈഫിനെ കുറിച്ചും നമ്മളുടെ ജീവിത പങ്കാളിയെ കുറിച്ചും ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ നമുക്ക് വല്ലാത്ത സന്തോഷം ഫീൽ ചെയ്യും. ദെൻ വി വിൽ ഫീൽ ഹീലിയേഴ്സ്. നമ്മളെ ഹീൽ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ അസുഖങ്ങൾ മാറാൻ. ഇപ്പോൾ ഫൊർഗീവ്നെസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. സോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് സ്കിന്നിന് വരുന്ന ചൊറികളുണ്ട്. ഇത് വെറുപ്പ് മനസ്സിലുള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വരുന്ന സംഗതി. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും? അത് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാകും, ആ അസുഖങ്ങളൊക്കെ മാറും. അതായത് നമ്മളുടെ മനോജന്യ രോഗങ്ങൾ എന്ന് പറയും, അസുഖങ്ങൾ പലരും മാറും. ലീഡ് ടു എൻലൈറ്റ്മെന്റ്. നമുക്ക് ജ്ഞാനോദയത്തിലേക്ക്, കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ജ്ഞാനോദയത്തിലേക്ക് പോകും. എന്താ ജ്ഞാനോദയം? കംപ്ലീറ്റ്ലി ഒരു മാനസാന്തരം സംഭവിക്കുക, പുതിയ അറിവ് ലഭിക്കുന്ന ഒരു വലിയ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന ചില അറിവുകൾ അത് നമ്മളിലേക്ക് ലഭിക്കാൻ തുടങ്ങും. ആൻഡ് റിവേഴ്സ് ബയോളജിക്കൽ ആൻഡ് ഇൻക്രീസ്ഡ് ലോഞ്ചിവിറ്റി. നമ്മളുടെ പ്രായം കുറയാൻ തുടങ്ങും, യുവത്വം വർദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ കൂടുതൽ യങ് ആയിട്ട് മാറും നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ. അവരുടെ ശരീരത്തിൽ ഓരോ സെല്ലുകളും നല്ല യങ് ആയിട്ടുള്ള ആൾക്കാരുടെ സെല്ലുകളെ പോലെ ഓരോ ശരീരത്തിൽ ഓരോ കോശങ്ങളും എന്തായിരിക്കും? ഉഷാറായിട്ട് നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും.
ഇതൊക്കെ മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സുകളാണ്. മെഡിറ്റേഷനിലൂടെ മാറുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? BP ഉണ്ടെങ്കിൽ മാറും, മനസ്സിലാവുന്നതാണ്. ലൈക്ക് പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറും, ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരും, കൊളസ്ട്രോളിന്റെ മാറ്റം വരും. അതേപോലെ തന്നെ ഇൻസോംനിയ, ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി വരും. അതേപോലെ മദ്യപാനത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ എന്താകും, അതിൽ നിന്നൊക്കെ നിങ്ങൾ റിക്കവർ ആയി വരും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രായം വളരെയധികം കുറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ബെനിഫിറ്റ്സുകൾ, ഇതൊക്കെ ശാരീരികമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകളാണ്. ഒരുപാട് അസുഖങ്ങൾ മാറുന്നതാണ് കേട്ടോ മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്ട്രെസ് കുറയും, വല്ലാണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നതിന് കുറയും. ആങ്സൈറ്റി, വല്ലാണ്ട് ഒരു ഉത്കണ്ഠ വരിക, ഭയം വരിക, എവിടുന്നാന്ന് അറിയില്ല. ചില ആൾക്കാരുടെ പ്രശ്നമാണ്, ഇടയ്ക്കിടയ്ക്ക് പേടി വരും. ഈ ആങ്സൈറ്റി കുറഞ്ഞ് 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 പോകും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ, ചിലർക്ക് എന്താ വെച്ചാൽ വല്ലാത്ത ഡിപ്രഷനായിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതൊക്കെ എന്താ വെച്ചാൽ കുറഞ്ഞ് 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 വളരെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യും, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമുക്ക് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ബെനിഫിറ്റ്സുകൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താ, ആങ്കർ, ദേഷ്യം. ഇപ്പൊ എൻ്റെ ഒരു കേസ് ഞാൻ പറയാം. 2011 മുൻപ് എനിക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു, ക്ഷമിക്കാൻ തീരെ പറ്റില്ലായിരുന്നു. എനിക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് എറിയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അത്രയ്ക്കും ദേഷ്യമായിരുന്നു. അപ്പോൾ ഈ മെഡിറ്റേഷൻ 2011 ഇത് പഠിച്ചതിന് ശേഷം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തോട് കൂടിയിട്ട് മനസ്സൊരുപാട് കാമാണ്. പിന്നെ മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കാനുള്ള മനസ്സ് വന്നു, സ്നേഹിക്കാനുള്ള മനസ്സ് വന്നു, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള മനസ്സ് വന്നു. അങ്ങനെയുള്ളൊരു രീതിയിലൂടെ നമ്മൾ ഹീൽ ചെയ്ത് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ക്ലിയർ. ഇക്ബാൽക്ക പറയുന്നു അദ്ദേഹത്തിന്റെ BP കൺട്രോൾഡായി, മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ BP കൺട്രോളായി. വെരി ഗുഡ്. അബ്ദുള്ള കുടി സാഹിബ് പറയുന്ന മെഡിറ്റേഷൻ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. വെരി ഗുഡ്, യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. ഈ പറഞ്ഞതുപോലെ പോസിറ്റീവ് എനർജി നൽകും. അതേപോലെ നമ്മുടെ ദേഷ്യം കുറയുന്ന ഒരു അവസ്ഥ, ഫ്രസ്ട്രേഷൻ, നമുക്ക് വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുക, അതായത് നമുക്കൊരു അസ്വസ്ഥത വല്ലാണ്ട് ഉണ്ടെങ്കിൽ, ഒരു വല്ലാണ്ട് ഒരു ലൈക്ക് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, കാമല്ല, നമുക്ക് വല്ലാത്തൊരു പേടി വല്ലാണ്ട് വരിക, അല്ലെങ്കിൽ ദേഷ്യം വല്ലാണ്ട് വരിക, ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന അവസ്ഥയാണ് ഫ്രസ്ട്രേഷൻ, നമുക്ക് ഇറിറ്റേഷൻ വരിക. ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇല്ലാണ്ടായി മാറും. അപ്പൊ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ 4 തരത്തിലുള്ള മനസ്സുണ്ട്. മെഡിറ്റേഷൻ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പോവാണ്. 4 തരത്തിലുള്ള മൈൻഡ് ഉണ്ട്. ഈ 4 തരത്തിലുള്ള മൈൻഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം. 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമാണ്. 20-ാം തീയതി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ഈ പറഞ്ഞ പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ, ചാലഞ്ചസുകളൊക്കെ കടന്നു പോയത് കൊണ്ട് അതൊരു പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല, ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ അത് 30-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആർക്കെങ്കിലും പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതൊരു EFT ലൈഫ് മാസ്റ്ററി കോഴ്സാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന, ഒരുപാട് റിസൾട്ട് ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് പേര് അതിൽ പങ്കെടുത്തിട്ടുള്ളവർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ആ പ്രോഗ്രാമിലേക്ക് വരാം. ഒരു 30 days പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലൊക്കെ നല്ല റിസൾട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ ടോട്ടലി റീപ്രോഗ്രാം ചെയ്യാൻ ടൂള് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് എന്ത് വെച്ചാൽ EFT എന്ന് പറയുന്നത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുന്നത്. ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആണ് ആൾക്കാർക്ക് ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള ചേഞ്ചസ് അതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോഗ്രാം ആണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന EFT എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പം നമ്മുടെ ഷിയാബ് കമന്റ് ചെയ്തിട്ടുണ്ട്, സത്യമാണ് സാർ പറയുന്നത്. വെരി ഗുഡ്. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുള്ള പ്രോഗ്രാമാണത്. അടുത്ത 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിന്റെ ഫീ വരുന്നത് 10,000 രൂപയാണ്. പക്ഷെ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്. 8,000 റുപ്പീസിന് ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യും, അതിലേക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ബന്ധപ്പെടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. പറഞ്ഞതുപോലെ അതിൽ 10 ദിവസം നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള സെഷൻ ഉണ്ടാകും. വൈകുന്നേരം 7:30 മുതൽ രാത്രി 9:30 വരെയാണ് പ്രോഗ്രാം ഉള്ളത്. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ, അതാണ് പ്രോഗ്രാം ടൈം വരുന്നത്. 10 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 30 ഡേയ്സിലേക്ക് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ട്രോമാസിനെ ഹീൽ ചെയ്ത് നിങ്ങളുടെ മനസ്സിലുള്ള കംപ്ലീറ്റ്ലി ഇംപ്യൂരിറ്റീസും ഇമോഷണൽ ബ്ലോക്സും ലിമിറ്റിംഗ് ബിലീഫ്സും എല്ലാം റിമൂവ് ചെയ്ത്
നിങ്ങളെ പൂർണ്ണമായിട്ടും ഇമോഷൻസിൽ നിന്നും ട്രോമകളിൽ നിന്നും ഒക്കെ റിമൂവ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിലേക്ക് ഗൈഡ് ചെയ്യാൻ സഹായിക്കും. ഇത് ചെയ്ത ആൾക്കാർക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശരിക്കും പവർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രോഗ്രാമിന്റെ ഫീ വരുന്നത് ഞാൻ പറഞ്ഞു 10,000 റുപ്പീസ് ആണ്, 10,000 രൂപയാണ്. പക്ഷേ അത് 8,000 റുപ്പീസിന് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡിസ്കൗണ്ടഡ് ഓഫർ ആയിട്ട് നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, എന്തായാലും അതിൽ എന്ത് ചെയ്യുക, വരിക. നമ്മുടെ ബിന്ദു മാം ഒക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്താണ്. അവരുടെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ബിന്ദു മാം അതേപോലെ തന്നെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. റഷീദ് ബിന്ദു മാം, അതേപോലെ അനിത മാം, ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ മൈമുനത്ത് മാം, ഒരുപാട് പേര് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തവർ ഇവിടെ ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാം. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ആണ്, അൺമ്യൂട്ട് ചെയ്തോളൂ. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്ക് പറയാനുള്ളത്, എന്റെ കൊളസ്ട്രോൾ 300 ആയിരുന്നു. ഞാൻ ക്ലാസ്സിന് വരുന്നതിന് മുന്നേ 300 ആയിരുന്നു. പിന്നെ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എഫർമേഷൻ എഴുതി, പിന്നെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ആ കൂട്ടത്തില് EFT ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ അത് 174 എത്തിയിട്ടുണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ട്, എങ്കിലും അത് 174 എത്തിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എനിക്ക് അത്ര എത്താറില്ല. പിന്നെ അതേപോലെ തന്നെ തൈറോയ്ഡ് കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഞാൻ ഇങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ടായിരുന്നു. ഹജറമയും ഫെബിനമയും ഒക്കെ എന്നോട് എങ്ങനെ എഴുതേണ്ടെന്ന് പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് EFT ആ കൂട്ടത്തിൽ EFT ചെയ്തിരുന്നു. EFT ചെയ്ത ശേഷമുള്ള മാറ്റങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വരും. എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ എനിക്കിങ്ങനെ ഭയങ്കര ഇരിക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് ഇങ്ങനെ വേദന വരുമ്പോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കരാട്ടെ ചോപ്പിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. കാരണം ശരിക്കും എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് മാറ്റങ്ങളാണ് വരുന്നത്. നമ്മൾ ആ EFT ആ ടൂൾ ഇങ്ങനെ ടാപ്പിംഗ് ചെയ്യുമ്പോ. അപ്പൊ എനിക്കിപ്പോ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് രാവിലെ തൊട്ടിട്ട് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ശരിക്കും മെഡിറ്റേഷൻ ഫുൾ ഇരിക്കാൻ പറ്റി. ഇതുവരെയ്ക്കും എനിക്ക് ഇരിക്കാൻ പറ്റി. അപ്പോ എല്ലാവരോടും ഇതിലേക്ക് ജോയിൻ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾ ചേരണം. എല്ലാവരോടായിട്ട് ആവശ്യപ്പെട്ടാണ്. എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തായാലും നല്ലൊരു സക്സസ് ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. പ്ലീസ് കം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? നമ്മൾ പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും, എനിബഡി, പ്രോഗ്രാമിലുണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ, അതിൽ നിന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അത് അപ്ലൈ ചെയ്യുന്നത്. EFT എന്ന് പറയുന്ന ടൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ടാപ്പിംഗ് മെത്തേഡാണ്. നമ്മളുടെ അക്യൂപ്രഷർ പോയിന്റ്സിൽ, അക്യൂപങ്ക്ചർ എന്ന് അറിയാലോ അല്ലെ, അക്യൂപ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്ന പോയിന്റ്സുകളുടെ ഒരു എനർജി പോയിന്റ്സ് ആണ്. അതിൽ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലുണ്ട്. അവിടെ നമ്മളെന്ന് വെച്ചാൽ മർമ്മം നമുക്ക് പറയാം. അവിടെ നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ട് പ്രത്യേക രീതിയിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത്, ഒരു അക്യൂപ്രഷർ പോയിന്റ് ആണ്, ഇവിടെ ടാപ്പ് ചെയ്യാം, ഇവിടെ ടാപ്പ് ചെയ്യാം. ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള വേദനാജനകമായ എല്ലാ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ്, അതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇമോഷണൽ ബ്ലോക്സ്, നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ട്രോമാസ്, ഇതെല്ലാം നമുക്ക് ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നു. ടോക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷാംശങ്ങൾ. അതെല്ലാം എടുത്തിട്ട് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ്ഡ് ആയിട്ട് വരുന്നു. ഓക്കെ, ആരോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഹലോ സാറേ. യെസ്, പറഞ്ഞോളൂ. ഇപ്പൊ നമ്മൾക്ക് വേദന വരുമ്പോ വേദന തന്നെ ശരിക്കും ടാപ്പ് ചെയ്യേണ്ടത്, അല്ല വേദന എന്തുകൊണ്ട് വരുന്ന വല്ല കാരണമാണോ കണ്ടെത്തേണ്ടത്? അല്ല, അത് നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ വേദന വരുന്ന രീതിയിൽ ആ വേദന മാറാൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ ടാപ്പ് ചെയ്യാം. ആ സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വേണമെങ്കിൽ ചിന്ത വരുന്നുണ്ട്, ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നു, ഓക്കെ, ഇന്ന കാരണങ്ങൾ കൊണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അതൊരു പാസ്റ്റിലെ ട്രോമ ആയിട്ടുള്ള ഇവന്റ് ആണ്. ആ ഒരു സംഗതിനെ കുറിച്ച് ആലോചിച്ചിട്ട് അതെടുത്തിട്ട് അതിന്റെ ഇന്റൻസിറ്റി എടുത്തിട്ടും ടാപ്പ് ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യും. ആ വേദന മാത്രം പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യാം. ഇങ്ങനെ എനിക്കൊരു വേദനയുണ്ട്, ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഷമീറ KP ചോദിക്കും, ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയുന്നവരോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? അവരോട് എന്ത് പറയാൻ, അനുഭവിക്കുക എന്നുള്ളതാണ്. കാരണം അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഒരുപാട് റിസർച്ചുകൾ അവൈലബിൾ ആണ്. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഈ ഒരു ടൂള് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ, അത് തട്ടിപ്പാന്ന് പറയണത് അത് അതിനെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് പറയണത്. ശരിക്കും ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന ഒരാള് ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സംഭവമാണിത്. അതെ, വെരി ഗുഡ്. പറഞ്ഞോളൂ. നമ്മുടെ കോഴ്സിൽ പങ്കെടുത്ത ആളാണ് അല്ലെ? പുറത്തുനിന്ന് ഇപ്പൊ ആർക്കും എന്തും പറയാലോ. ഇതിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരിക്കലും പറയില്ല. അതെ 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 നമ്മളെ അനുഭവത്തിന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. സാറിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് ആവശ്യമില്ല. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ട സംഭവമാണ്. അതെ അതെ വെരി ഗുഡ്. ബിന്ദു മാം പറഞ്ഞോളൂ. ഹലോ, സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് കമർജാൻ, പറഞ്ഞോളൂ. അപ്പോ ഞാൻ EFT വന്നിട്ട് എനിക്ക് മാറ്റങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ സാറിനോട്. അപ്പോ ഞാൻ അഫർമേഷൻ എഴുതലുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ അങ്ങനെ ഫോൺ ഇപ്പൊ കിട്ടിട്ടോ, വെരി ഗുഡ്. ഫോൺ അച്ചീവ് ചെയ്ത്. പിന്നെ ഉമ്മക്ക് ഞാനിവിടെ 2-3 ദിവസം സ്ഥലത്ത് ചെയ്തു. അപ്പൊ ഉമ്മക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ കൂടുന്നുണ്ട്. ചുണ്ടിന്റെ കോട്ട നമ്മൾ ഇതിന്റെ സ്റ്റോക്കിന്റെ ആണല്ലോ വിചാരിക്കുക. അപ്പൊ പിന്നെ ഡോക്ടറോട് സംസാരിച്ചപ്പോ ഡോക്ടർ എത്രയും പെട്ടെന്ന് സ്കാനിങ് ഒക്കെ വേണ്ടി വരും. ഞാൻ ഇങ്ങനെ ടാപ്പ് ചെയ്തു, ഒന്നും നടക്കാതെ. ഷുഗർ നോക്കുമ്പോ ഷുഗർ 300 ചില്ലാനുണ്ട്. എന്നാൽ സ്റ്റോക്കിന്റെ യാതൊന്നും ഇല്ല. ചെക്കിങ് കംപ്ലീറ്റ് ചെയ്തു. പ്രഷർ ഹൈയിലാണോ, പ്രഷർ തീരെ ഇല്ല, നോർമൽ അവസ്ഥയിലേക്ക് എത്തി. ഞാനില്ല, വീട്ടിലില്ല, അവരാ കൊണ്ടുപോയത്. ഞാൻ അവിടുന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടേ നിന്നു. ഓക്കെ, ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് പറയും. അതായത് നമുക്ക് EFTയുടെ മറ്റൊരു പവർ ആണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം നമ്മൾ ഹീൽ ചെയ്യുന്നത് പോലെ തന്നെ വേറൊരാളുടെ അസുഖം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പവറും കൂടെ ഇതിനുണ്ട്. അപ്പൊ അതൊക്കെ വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ്, വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഉപയോഗിക്കാൻ പറ്റും. എനിവേ, നമ്മൾ സംസാരിക്കുന്നത് മെഡിറ്റേഷനെ കുറിച്ചാണ്. താങ്ക് യു സോ മച്ച് കമർജാൻ ഫോർ ഷെയറിങ്. അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ നമ്മളുടെ പലരുടെയും അസുഖങ്ങളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് നമ്മുടെ ട്രോമാസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നയിക്കാനും വളരെ നല്ല രീതിയിലേക്ക് മികച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള ടൂളുകളെക്കാട്ടിലും, മൈൻഡ് പവർ ടൂൾ ആയിക്കോട്ടെ, NLP ആയിക്കോട്ടെ, മറ്റുള്ള മെത്തേഡുകളെക്കാട്ടിലും ഒക്കെ ഏറ്റവും ഫാസ്റ്റ് റിസൾട്ട് ലഭിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഹ്യൂജ് റിസൾട്ട് ആണ്, പെട്ടെന്ന് റിസൾട്ട് ലഭിക്കും. നിങ്ങൾക്ക് നല്ല റിസൾട്ടും ഒരുപാട് റിസൾട്ടിലേക്ക് അത് നയിക്കും. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമും കൂടിയാണ്. സോ കം ആൻഡ് ജോയിൻ, പ്രോഗ്രാമിലേക്ക് വരിക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ പറഞ്ഞതുപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ 4 സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്. നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് നോർമലി നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ വരാറുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അധികം ആൾക്കാർ ഇപ്പം നിൽക്കുന്നത് ചിലപ്പോൾ ഒരു ആൽഫ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. കാരണം ക്ലാസ് കേട്ട് തുടങ്ങുന്നുള്ളൂ. നിങ്ങൾ ഉണർന്ന ഉടനെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ആൽഫ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ബീറ്റ എന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മുടെ ചിന്താമണ്ഡലം ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന സമയം. ബോധമണ്ഡലം, ബോധത്തോട് കൂടിയിട്ടുള്ള ബോധ മനസ്സ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. കോൺഷ്യസ് മൈൻഡ്, നമുക്ക് 2 മൈൻഡ് ഉണ്ട്, ബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഈ ബോധ മനസ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കും. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ബീറ്റ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. 14 to 35 സൈക്കിൾ പെർ സെക്കൻഡിൽ നമുക്ക് എന്താ വെച്ചാൽ ബ്രെയിൻ വേവ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കും. അതായത് ചിന്തകളുടെ വേവ്സ്, ചിന്തകൾ തരംഗരൂപത്തിലാണ്. ആ തരംഗരൂപത്തിൽ ചിന്തകൾ കണ്ടിന്യൂസ് ആണ്, ഒരുപാട് ചിന്തകൾ വരുന്ന, അതിന്റെ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന, വല്ലാണ്ട് അളവിൽ കൂടുതൽ. അതായത് ഇപ്പൊ ഒരു തിരക്ക് പിടിച്ച ഒരു സൂപ്പർ ഹൈവേ പോലെയാണ്. അവിടെ ശാന്തതയില്ല, അവിടെ വല്ലാണ്ട് ഇങ്ങനെ തിരക്ക് പിടിച്ചു പോകുന്ന ഒരു റോഡ്, ഒരു ജംഗ്ഷൻ. അവിടുത്തെ അവസ്ഥയെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ചിന്തകൾ പോകുന്ന, മനസ്സധികം ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉള്ളതാണെന്ന് വെച്ചാൽ കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സാധാരണ നമ്മളൊക്കെ നിൽക്കുന്ന സ്റ്റേറ്റ്. എന്നാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അടുത്തതെന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഉപബോധ മനസ്സിന് അപാരമായ കഴിവുകളുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ച് തരുന്ന ഉപബോധ മനസ്സാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ഉപബോധ മനസ്സിനെ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ടാണ്. അതിനെ പറയുന്ന പേരാണ്, ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പറയുന്ന പേരാണ് ആൽഫ സ്റ്റേറ്റ്. അവിടെ സൈക്കിൾ പെർ സെക്കൻഡിൽ ബ്രെയിൻ വേവ്സിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 7 to 14 ആണ്. മനസ്സിലാകുന്നുണ്ട്? 7 to 14 ആണ് എന്താ വെച്ചാൽ അത് കടന്നു പോകുന്നു. ഈ 7 to 14 എന്ന് പറയുമ്പോൾ മറ്റത് 14 to 35 ആണ്.
അത് കുറച്ചുകൂടെ കുറഞ്ഞു. ഇനി ഇതിലേറെ കുറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്, സൂപ്പർ കോൺഷ്യസ് എന്ന് പറയും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്യുകയാണ്, അപ്പൊ നമ്മൾ തേറ്റ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് വരാം. കുറച്ചുകൂടെ ഡീപ്പ് സ്ലീപ്പിലൊക്കെ ഈ ഒരു അവസ്ഥയാണ്, നമ്മൾ ഉറങ്ങിയ ഒരു അവസ്ഥ പോലെ തീറ്റ എന്ന് പറയുന്ന സ്റ്റേറ്റ് 4 to 7 ആണ്. ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കൂടുതൽ ജ്ഞാനമുള്ള ഈ വലിയ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരൊക്കെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് അവർ അച്ചീവ് ചെയ്യുന്ന സ്റ്റേജ് ആണിത്. അതേപോലെ കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് പറയും, അതിനെയും കുറച്ചുകൂടി മുകളിലാണ് ഡെൽറ്റ എന്ന് പറയും, 1 to 4. നമ്മൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റിലേക്കേ വരുന്നുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾക്ക് പറയുന്നതെല്ലാം നമുക്ക് കേൾക്കാം, നമ്മൾ മനസ്സിലാവുന്നുണ്ട്. അവിടെയാണ് ഈ പ്രോഗ്രാമിംഗ് നടക്കും. മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും നല്ലത് സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ളതാണ് ആൽഫ സ്റ്റേറ്റ്. സൂപ്പർ കോൺഷ്യസും കോസ്മിക് കോൺഷ്യസും പ്രോഗ്രാമിങ്ങിനെക്കാട്ടിലും മുകളിലാണ്. അത് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നമ്മൾ എത്തി അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിവ് നേടിയതിനു ശേഷം മാത്രമേ സൂപ്പർ കോൺഷ്യസും കോസ്മിക് കോൺഷ്യസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്, ആൽഫ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുക. ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഉള്ളത്? ബീറ്റ, ആൽഫ, തീറ്റ ആൻഡ് ഡെൽറ്റ. അതിൽ ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തലാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോ നമ്മുടെ സ്പീഡാണ്, ചിന്തകൾ വരുന്ന സ്പീഡ്, അതിന്റെ സ്പീഡ് പ്രിഡോമിനന്റ് ബ്രെയിൻ വേവ് സിഗ്നൽസ് ഫ്രം വൺ ന്യൂറോളജിക്കൽ പോയിന്റ് ടു അനദർ ന്യൂറോളജിക്കൽ പോയിന്റ് ഉണ്ടായി. അതായത് ഒരു നാഡി വ്യൂഹത്തിൽ നിന്ന് അടുത്തൊരു ന്യൂറോളജിക്കൽ പോയിന്റ്, മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ബ്രെയിനിൽ ഒരു ചിന്ത വരുന്ന സമയത്ത് ഒരുപാട് നാഡീവ്യൂഹം എന്നാ പറയാ, ഒരുപാട് നാഡികൾ എന്താ വെച്ചാൽ കണക്റ്റഡ് ആണ് ബ്രെയിനിൽ. അപ്പൊ ഇത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എന്ത് ചെയ്യും? ഒരു ചിന്ത വരുമ്പോൾ സ്പാർക്ക് അടിക്കും, ആ ചിന്ത അങ്ങോട്ട് പോകും. ആ സ്പാർക്ക് അടിക്കുന്ന ആ ഒരു ആ സ്പാർക്ക് അടിക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് പാസ് ചെയ്യുന്നു. അതിന്റെ സ്പീഡ് ബ്രെയിൻ സിഗ്നൽസ് എന്ന് പറയും. അതിന്റെ സ്പീഡ് ആണ് നമ്മൾ ഈ പറയുന്നത്. അത് കണ്ടിന്യൂസ്ലി വല്ലാതെ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ, ഒരുപാട് ചിന്തകൾ കണ്ടിന്യൂസ്ലി സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ 14 to 35 വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ സ്റ്റേറ്റിലാണ്. അവിടെ നമുക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. അത് 35 എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. 14 വരുമ്പോൾ അത് സ്ട്രെസ് കുറഞ്ഞു വരുന്നു. ലൈക്ക് 7 to 14 ആകുമ്പോൾ വളരെ സ്ട്രെസ് കുറഞ്ഞു. 4 to 7 ആകുമ്പോൾ തീരെ സ്ട്രെസ് ഇല്ല. 1 to 4 ആകുമ്പോൾ വല്ലാത്ത അൾട്ടിമേറ്റ് പീസ് എപ്പോഴും ഫീൽ ചെയ്യുന്ന അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് ആ ഒരു 7 to 14 എത്തിയാൽ തന്നെ നമ്മൾ വല്ലാണ്ട് സമാധാനവും സന്തോഷവും കാംനെസ്സും ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. തീറ്റ സ്റ്റേറ്റിലേക്കും ഡെൽറ്റ സ്റ്റേറ്റിലേക്കും എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഡൗൺലോഡിങ് ദ വിസ്ഡം, ഹയർ പവറുമായിട്ട് കണക്റ്റഡ് ആവുന്ന, സ്പിരിച്വലി ഭയങ്കരമായിട്ട് ഉയരുന്ന അവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ട്? നമ്മളെ ചിത്ത എന്ന് പറയുന്ന മെഡിറ്റേഷനിൽ, യോഗ ഇതിലൊക്കെ പറയുന്നുണ്ട്, യോഗിക് മിസ്റ്റിക് ലൈഫിലൊക്കെ പറയുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ചിത്ത എന്ന് പറയും. ചിത്ത എന്ന് പറയുന്നൊരു ലൈക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ നമ്മൾ എന്താ വെച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാ സത്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഈ ഡെൽറ്റ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴാണ്, കോസ്മിക് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്. അപ്പം അത് മനുഷ്യന് സാധിക്കുന്ന സ്റ്റേജാണ്. അവിടെ എത്തുമ്പോൾ എന്താ വെച്ചാൽ പലപ്പോഴും ഫ്യൂച്ചർ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള നമ്മൾ വേറെ ഡയമെൻഷനിലാണ് ജീവിക്കുന്നത്. ഇതൊരു വേറെ ലെവലാണ്. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാം. ഒരു അറിവിന് വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. ഈ 4 സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് മനുഷ്യന്റെ മനസ്സിലെത്താൻ പറ്റും. അതിൽ ഫസ്റ്റ് മൈൻഡ് നമ്മളെല്ലാവരും ഉണ്ട്, ബീറ്റ സ്റ്റേറ്റിൽ. സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ വലിയ റിസൾട്ടാണ്. തീറ്റ ഡെൽറ്റ ഒന്നും നമുക്ക് വേണമെന്നില്ല. ഓക്കെ, ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തിയാൽ തന്നെ വലിയ റിസൾട്ടാണ്. നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ ആ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണ്? ഈ ആൽഫ സ്റ്റേറ്റിലേക്ക് എത്താനാണ്. ക്ലിയർ ആണല്ലോ? ഇതിൽ നിങ്ങൾ ജീവിക്കുക, ആൽഫ സ്റ്റേറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ശ്രമിക്കുക. മെഡിറ്റേഷന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി വേണം. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചിന്തിക്കണം നമ്മുടെ മനസ്സിലേക്ക്, ഞാൻ ഇത് എന്തിനാണ് ചെയ്യാൻ പോകും? എന്നെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ, എൻ്റെ മനസ്സിനുള്ളിൽ ഇമ്പ്യൂരിറ്റീസ് ഇല്ലാണ്ടാക്കാൻ, എൻ്റെ മനസ്സിൽ നല്ല ശാന്തത കൈവരിക്കാൻ, എനിക്ക് നല്ല ഹാപ്പിനെസ് കൊണ്ടുവരാൻ, എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയാൻ, എനിക്ക് നല്ല ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, എനിക്ക് നല്ല എൻ്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ. എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്ത മെഡിറ്റേഷൻ എന്താ? ഗോളാണ്, ഗോൾ മെഡിറ്റേഷൻ. അപ്പൊ ആ ഗോൾ, ലക്ഷ്യത്തെക്കുറിച്ചുള്ള മെഡിറ്റേഷൻ. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, ലക്ഷ്യങ്ങൾ നേടുന്നതിനെ കുറിച്ചുള്ള മെഡിറ്റേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ ആ ഒരു ഉദ്ദേശം അതിന് മനസ്സിലേക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ? നമ്മൾ ഫിക്സ് എ പ്രോപ്പർ ടൈം, നമ്മളൊരു ടൈം കറക്റ്റ് ആയിട്ട് നിശ്ചയിക്കുക. എല്ലാ ദിവസവും ആ സമയത്തിന് ചെയ്യാം. നമ്മൾ അതുകൊണ്ടാണ് 6 മണിക്ക് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ടൈമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ടൈം ഈസ് ഈക്വൽ ടു മെമ്മറി,
സ്പേസ് ഈക്വൽ ടു എനർജി എന്ന് പറയും. ആൻഡ് ഫൈൻഡ് എ ക്വയറ്റ് പ്ലേസ്. എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഒരേ ടൈമിൽ ഒരേ സ്ഥലത്ത് നിന്ന് ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ആ ഒരു സ്ഥലത്തും ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ വെച്ചാൽ ടൈം ക്രിയേറ്റ്സ് മെമ്മറി. ഒരു മെമ്മറി നിങ്ങളുടെ ബോഡിയിൽ എന്താ വെച്ചാൽ മസിൽ മെമ്മറി പോലെ നിങ്ങളുടെ ബോഡിയിൽ ഒരു മെമ്മറി ഉണ്ടാകും. ആ മെമ്മറി എന്താ വെച്ചാൽ ശരീരം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകും. നിങ്ങൾ കണ്ടിട്ടില്ല, വൈകുന്നേരം 4 മണിയായി കഴിഞ്ഞാൽ ചിലർക്ക് ചായ കുടിക്കണം, 5 മണിയായി കഴിഞ്ഞാൽ അവർ ഉണരും, അല്ലെങ്കിൽ 4 മണിയായി കഴിഞ്ഞാൽ ഉണരും. അത് ഓട്ടോമാറ്റിക്കലി ഉണരും. എന്താ കാരണം, ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ മെഡിറ്റേഷൻ സ്ഥിരമായിട്ടൊരു സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ആ സമയമാകുമ്പോൾ ശരീരം പ്രിപ്പയർഡ് ആകും. അപ്പൊ കൂടുതൽ മെഡിറ്റേഷൻ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും. അടുത്തത് എന്താണ്, ഫൈൻഡ് എ ക്വയറ്റ് പ്ലേസ് ടു സിറ്റ്. ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. അവിടെ ഓവറായിട്ട് വെളിച്ചമില്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥ. അല്ലാണ്ട് വെളിച്ചമൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതിനായിട്ട് നല്ലത് വെളിച്ചം കുറവുള്ള സ്ഥലമാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇനിയിപ്പോ വെളിച്ചം കുറവാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇരുട്ടത്തിരുന്ന് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. വെളിച്ചം കുറവായാൽ അത്രയും നല്ലത്. അല്ലാണ്ട് കണ്ണിലേക്ക് കുത്തുന്ന രീതിയിലുള്ള വെളിച്ചം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അതല്ല, നിങ്ങൾക്ക് പുറത്തിരുന്ന് ചെയ്യുന്നതിനും കുഴപ്പമില്ല, പട്ടാപ്പകൽ ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ല, ചെയ്യാം. കോൺസെൻട്രേഷൻ വർദ്ധിക്കാനാണ് പറയുന്നത്. ശാന്തമായ സ്ഥലത്തിരുന്ന് ചെയ്യുന്ന അത്രയും നല്ലത്. ഒന്നുകൂടെ കോൺസെൻട്രേഷൻ കിട്ടും, ഡിസ്ട്രാക്ഷൻ കുറവായിരിക്കും. അതായത് മറ്റുള്ള ശബ്ദങ്ങൾ കേട്ടിട്ട് ശല്യങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ കേട്ടിട്ട് എന്ന് വെച്ചാൽ മനസ്സ് വ്യതിചലിച്ചു പോകുന്നത് കുറയും. അപ്പം ശാന്തമായ സ്ഥലത്ത് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾ എല്ലാ ശബ്ദങ്ങളും നല്ല ശബ്ദങ്ങളാണെന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്ഥലത്തിനൊരു എനർജി സ്ഥിരമായിട്ട് സ്ഥലത്ത് വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിങ്ങൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി സ്പ്രെഡ് ആവുന്നുണ്ട്. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൽ നിന്നൊരു എനർജി സ്പ്രെഡ് ആവുന്നുണ്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസ്. അപ്പോൾ അത് അവിടെ ചെയ്ത് ആ എനർജി അവിടെ ഉണ്ടാകും. എപ്പോഴും നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ എനർജിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യപ്പെടും. മെഡിറ്റേഷന് പറ്റിയ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എത്താം. ഇപ്പം നിങ്ങൾ പോയിട്ടില്ലേ, പ്രാർത്ഥന നടത്തുന്ന സ്ഥലങ്ങളിൽ, പള്ളികളിൽ, അതേപോലെ അമ്പലങ്ങളിൽ, ചർച്ചുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട്. അവിടെ പ്രത്യേക ഒരു ശാന്തത ഉണ്ടാവും. എസോറ. അപ്പൊ ആ ഒരു എന്താണ്, അത് അവിടെ ഒരു ആത്മീയപരമായിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന സംഗതിയായിട്ട് അവിടെ ചെല്ലുന്നവരെല്ലാവരും ശാന്തരായിട്ടിരിക്കുന്നു. അവിടെ ചെല്ലുന്നവരെല്ലാവരും നല്ല ഉദ്ദേശത്തിൽ ചെല്ലുന്നു. അപ്പൊ അവരുടെ പോസിറ്റീവ് എനർജി, ആ പോസിറ്റീവ് മൈൻഡ്, ആ സംഗതികൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ ആൾക്കാർ പെരുമാറുന്നത്. അവിടെ ക്ഷമയുണ്ടാവും, എല്ലാവർക്കും ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിയുള്ള സ്ഥലത്ത് അവിടെ ആ ഒരു എനർജി എപ്പോഴും ഉണ്ട്. അതാണ് അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മളങ്ങ് ശാന്തരാകും. എത്ര ദേഷ്യത്തിലും വിഷമത്തിലും പോകുന്ന ആളാണെങ്കിൽ അവിടേക്ക് അങ്ങ് എൻ്റർ ചെയ്യുമ്പോഴേക്കും ഒരു ശാന്തത നമുക്ക് കൈവരുന്നത് കാണാൻ പറ്റും. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? യെസ്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട്, അതിനാണ് പള്ളികളും അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ഉണ്ടായി സ്ഥിരമായിട്ട് അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി, ഒരു സ്ഥിരത വരാൻ വേണ്ടി. അല്ലെങ്കിൽ ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്താൽ, അല്ലെങ്കിൽ തോന്നിയ രൂപത്തിൽ ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ റൂൾ അതാണ്. അങ്ങനെ ഒരു സ്ഥലം തന്നെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പള്ളിയിലേക്ക് തന്നെ വരൂ, ചർച്ചിലേക്ക് തന്നെ വരൂ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അമ്പലത്തിൽ വരൂ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ എനർജി ദേ. ആ എനർജി ക്യാപ്ചർ ചെയ്യാനാണ്. സോ ദാറ്റ് ഇസ് ഗോ ദർ. സിറ്റ് വിത്ത് സ്ട്രേറ്റ് ബാക്ക്. നിങ്ങൾ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, നട്ടല് നിവർന്നിരിക്കണം. ഓക്കെ, അത് ബലം പിടിച്ചിരിക്കരുത്. നട്ടല് നിവർന്നിരിക്കുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ബലം പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നട്ടല് നിവർന്നല്ലോ. പക്ഷെ നമ്മൾ അങ്ങ് ഇരിക്കാം. എന്നിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ബലം പിടിക്കാതെ ഇങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. അത് മെഡിറ്റേഷനിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്കൊരു നട്ടല് വരും. മനസ്സിൽ നമുക്കത് കാണാൻ കഴിയും. നമ്മുടെ നേരെ ഇരിക്കുന്നത് നമ്മുടെ മനസ്സിൽ കാണാനും പറ്റും. നമുക്കത് കൂളായിട്ട് ഇരിക്കാനും പറ്റും. അപ്പൊ തുടക്കത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടാകും, പക്ഷെ പിന്നീട് അത് പ്രാക്ടീസ് ചെയ്താലും ഉഷാറാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിലേക്ക് ഇരിക്കാൻ പറ്റും. ബലം പിടിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബലം പിടിച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മെഡിറ്റേഷന്റെ പർപ്പസ് നഷ്ടപ്പെടും. കാരണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശരീരത്തിലേക്കും, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളുടെ സ്ട്രെസ്, ആ വേദന, ആ ബുദ്ധിമുട്ട്, അസ്വസ്ഥത അതിലേക്ക് പോകും. അത് പോകരുത്. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, പക്ഷെ നട്ടിൽ നിവർന്നിരിക്കുക. ഇനിയിപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ നട്ടിൽ മടങ്ങിപ്പോയാൽ ഒന്ന് പ്രശ്നമാക്കേണ്ട. പതിയെ അത് നിങ്ങൾക്ക് ശരിയാക്കി ഇരിക്കാൻ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാൽപാദം ചെരുപ്പ് അഴിച്ചു വെക്കുക. നിങ്ങൾ എന്ന് വെച്ചാൽ ഗ്രൗണ്ടിങ് എന്ന് പറയും. അതുകൊണ്ടാണ് പള്ളികളിലേക്കും ഇവിടേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ എന്ന് വെച്ചാൽ ചെരുപ്പുകൾ അല്ലെ, പ്രാർത്ഥനാലയങ്ങളിലേക്ക് ചെരുപ്പുകൾ അഴിച്ചു വെക്കാൻ പറയുന്നതിന്റെ മറ്റൊരു കാര്യം, നമ്മളെ കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആക്കണം. ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മണ്ണിനോട് ചേർന്ന് നമ്മളെന്ന് വെച്ചാൽ നമ്മളൊന്ന് അതൊരു സിംബോളിക്കൽ ആയിട്ടുള്ള സംഗതി കൂടിയാണ്. അതായത് നമ്മളുടെ മനസ്സിലേക്കൊരു ചിന്ത കൊടുക്കുകയാണ്, നമ്മളൊരു വിനയമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. നമ്മുടെ അഹങ്കാരം അല്ലെങ്കിൽ സംഗതികളൊക്കെ എന്താ വെച്ചാൽ വിട്ട് നമ്മളൊന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്ന് പറയില്ല, നിലത്ത് നിൽക്കുക എന്ന് പറയില്ല, അതുപോലെ തന്നെയാണ്. അപ്പം നമ്മളെന്ന് വെച്ചാൽ അത് എർത്തിങ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയുണ്ട്. ഇതുപോലെ കുറേ സംഗതികളുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ പ്രകൃതിയായിട്ട് കണക്ട് ആവുന്നു. കുറച്ചുകൂടെ നമ്മൾ എനർജി, എർത്തിൽ നിന്നുള്ള എനർജി നമുക്ക് പോസിറ്റീവായിട്ട് എനർജി നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്. അപ്പൊ ചെരുപ്പൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു വെച്ച്
ഷൂ ഒക്കെ അഴിച്ചു വെച്ചിട്ടിരിക്കുക. കാൽപാദം കാൽവെള്ള തറയിൽ മുട്ടുന്ന രൂപത്തിൽ നമ്മൾ ഇരിക്കുക. പിന്നെ ടച്ച് യുവർ ഗ്രൗണ്ട് വിത്ത് ബാർ ഫുട്ട്, അല്ലെ? നഗ്നപാദത്തിൽ റിമൂവ് ഷൂ ഒഴിവാക്കിയതിനു ശേഷം നഗ്നപാദം നിങ്ങൾ എന്ത് വെച്ചാൽ കാൽവെട്ടം തറയിൽ മുട്ടുന്ന രൂപത്തിൽ ഇരിക്കുക, കാൽവെള്ളം. പിന്നെ ലൂസ് ഓൺ യുവർ ക്ലോത്ത്സ്, ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ടിട്ട് ഇരിക്കരുത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അതൊക്കെ ബെൽറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൂസൺ ചെയ്യുക. നമ്മളിങ്ങനെ കെട്ടി ടൈറ്റ് ആയിട്ട് വല്ലാണ്ട് സ്ട്രെസ് ആയിട്ടാണ് ബോഡി നിൽക്കുന്നതെങ്കിൽ അതൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് ലൂസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, സ്ട്രെസ് ഇല്ലാത്ത ഡ്രസ്സ് ധരിക്കുക. എന്നിട്ട് ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്, ചാരി ഇരിക്കരുത്, ഇതുപോലെ ഇരിക്കും. കുറച്ച് ചെയറിന്റെ മുൻഭാഗത്തേക്ക് നീങ്ങിയിരിക്കും. ചെയർ നീക്കല്ല, ചെയറിന്റെ മുൻഭാഗത്തേക്ക് നീങ്ങിയിരിക്കും. ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം നിങ്ങൾ ഇരിക്കുന്നതിനകത്ത്. ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ചാരി ഇരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് ഇരിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ ഇരിക്കുക. ഇതാണ് മറ്റൊരു പോസ് കണ്ടില്ല, ഒരു ഗ്യാപ്പ് ഉണ്ട് ചെയറിന്. അപ്പൊ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുന്നു. കാൽവെള്ള തറയിൽ മുട്ടുന്നു, ഇരിക്കുന്നു, അല്ലെ? ഇത് മറ്റൊരു സംഗതിയാണ്. അപ്പം ഇനി ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ബാക്കിൽ ഒരു പില്ലോ വെക്കാം. എന്നിട്ട് നീ കുറച്ച് മുന്നോട്ട് ഇരിക്കാം. അപ്പൊ കാല് നട്ടിൽ നിവർന്നിരിക്കാൻ പറ്റും. ചാരി ഇരുന്ന് കഴിഞ്ഞാൽ നട്ടിൽ ഇങ്ങനെ വളഞ്ഞായിരിക്കുമ്പോൾ നേരെ ഇരിക്കാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെക്കാം ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ. അപ്പോൾ ഇത് പല ടൈപ്പിൽ ഇരിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ആ ചെയറിൽ ഇരിക്കുന്ന പോർഷൻ കേട്ടോ. പല മെഡിറ്റേഷൻ മെത്തേഡുകളുണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാനാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് പറ്റിയ മെഡിറ്റേഷൻ പൊസിഷൻ. ഓരോ ഇരുത്തും ഓരോ സംഗതികൾക്ക്. അപ്പൊ മെഡിറ്റേഷന്റെ പോസ്റ്റർ ഇപ്പൊ മനസ്സിലായാലും വളഞ്ഞിരിക്കരുത്. ഈ പച്ച കളറിൽ കാണിക്കുക കറക്റ്റ് പൊസിഷൻ ഇതാണ്, വലത് സൈഡിൽ കാണുന്നത്. നട്ടിൽ നിവർന്നിരിക്കുക. പിന്നെ കൈകൾ എങ്ങനെ വെക്കേണ്ടത്? മണ്ഡലമുദ്ര എന്ന് പറയും. അതായത് ഇടത്തെ കൈയിൽ വലത്തെ കൈ വെച്ചിട്ട് നിങ്ങളുടെ പെരുവിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. ഇങ്ങനെ ഇടത്തെ കൈ എടുത്തു, അതിലേക്ക് വലത്തെ കൈ വെച്ചു, എന്നിട്ട് പെരുവിരൽ മുട്ടിക്കുക, എന്നിട്ട് നേരെ മടിയിൽ വെക്കുക. മടിയിൽ ജസ്റ്റ് ചുമ്മാ അങ്ങനെ വെച്ചാൽ കേട്ടോ. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. അപ്പം ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മളുടെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന രീതി. ഇനി നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ കുറച്ചുകൂടെ പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇന്റൻഷൻ ക്ലിയർ ആക്കുക, മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക, മനസ്സിനൊന്ന് ഒരുക്കുക. ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ ഒരുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് എല്ലാം നല്ല ചിന്തകളാണ്. ചിന്തകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും നല്ല ചിന്തകളാണെന്ന് പറഞ്ഞുള്ള രീതിയിൽ വിടുക. എന്തെങ്കിലും ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒക്കെ പുറത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല ശബ്ദങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൈകൾ മണ്ഡലമുദ്ര, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ഡലമുദ്ര നിങ്ങൾ എന്ത് ചെയ്യുക? കയ്യിൽ വെക്കുക, കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. ശ്വസനത്തിലേക്ക് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എടുക്കുന്ന ഓരോ ബ്രീത്തും നിങ്ങൾ എന്ത് ചെയ്യുക? പതിയെ കൗണ്ട് ചെയ്യുക. മനസ്സിലിങ്ങനെ കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു 6 മുതൽ 10 വരെ ബ്രീത്തിങ് മിനിമം എടുക്കാറുണ്ട്. അത് മിനിമം ആണ്, കൂടുതലാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബ്രീത്തിങ് നിങ്ങൾ എത്ര കണ്ട് എപ്പോഴാണോ റിലാക്സ് ആയി തോന്നുന്നത് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി കാം ഡൗൺ ആയി എന്ന് ഫീൽ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ആവറേജ് നിങ്ങൾക്ക് ഒരു 10 തവണയെങ്കിലും നിങ്ങൾ ഡീപ് ബ്രീത്ത് എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ആ ബ്രീത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ഓരോന്നും പതിയെ ആദ്യം നിങ്ങൾ സാധാരണ ശ്വസിക്കുന്നത് പോലെ ശ്വസിക്കുക, പിന്നെ ഡീപ് ബ്രീത്ത് എടുക്കുക, പിന്നെ വീണ്ടും ഒരു ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം പതിയെ സാധാരണ ശ്വസനത്തിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് അതിലൂടെ നിങ്ങൾ സാധാരണ ശ്വസിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക കേട്ടോ. എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? മൂക്കിലൂടെ ഉള്ളിലേക്ക് പോകുന്ന അതൊരു ഗോൾഡൻ കളറിലുള്ള ബ്രീത്ത് ആണ്, ഒരു എയർ ആണ് ഉള്ളിലേക്ക് പോകുന്നത് മനസ്സിലാക്കുക. ഇതൊന്നും നിങ്ങൾ ചെയ്യാറുണ്ടായിരിക്കില്ല, ഞാൻ ജസ്റ്റ് അഡീഷണലി പറഞ്ഞു തരികയാണ്. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ കാണുക. നല്ല ഗോൾഡൻ കളറിലുള്ള നിങ്ങളുടെ ശരീരത്തെ ഹീൽ ചെയ്യാൻ പവർ ഉള്ള ഒരു എനർജിയാണ് ഉള്ളിലേക്ക് പോകുന്നതെന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളത് മെഡിറ്റേഷൻ നല്ല രീതിയിൽ ചെയ്യാം. അടുത്ത എന്താണ്? ബ്രീത്ത് ഔട്ട് ത്രൂ മൗത്ത്. നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്, അതായത് ശ്വാസം പുറത്തേക്ക് വിടേണ്ടത് എങ്ങനെയാണ്? വായ തുറന്നു വിട്ടത്. അതായത് നിങ്ങൾ പതിയെ, അത് വളരെ സാവധാനമാണ് ചെയ്യേണ്ടത്, വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുക കേട്ടോ. പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു കറുത്ത പുകയെ പോലുള്ള ഒരു കളറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഒരു ഡാർക്ക് കളറിൽ. നിങ്ങളുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് അതിലൂടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. എന്തെങ്കിലും വെറുപ്പ്, വിദ്വേഷം, പക, സ്ട്രെസ് സംഗതികളൊക്കെ പുറത്തേക്ക് പോകുന്നു. അതാണ് മാലിന്യങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ വിഷ്വലൈസ്, അതിനിടയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പ്യൂരിഫൈ, ഓരോ കോശങ്ങളും ഈ ബ്രീത്ത് ഉള്ളിലേക്ക് ചെന്ന് അത് ഓരോ കോശങ്ങളെയും ശുദ്ധീകരിച്ച് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്, മനസ്സിൽ കാണുന്നത്. തന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? മസ്കിൾ റിലാക്സ് ചെയ്യുക. ഓരോ മസിൽസും റിലാക്സ് ചെയ്ത് മനസ്സിൽ കാണാം, അല്ലെ? നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കാൽപാദത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അല്ലെ? അതുപോലെ കാലിന്റെ മസിൽസുകളിലേക്ക്, തുടകളിലേക്ക്, അതേപോലെ ബാക്കിലേക്ക്,
ഷോൾഡറിലേക്ക്, ഓരോ പേശികളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ നമ്മൾ റിലാക്സ് ചെയ്യാൻ പറയാറ്. പിന്നെന്താണ്, അതിനുശേഷം 10 മുതൽ 0 വരെ ഒന്ന് കൗണ്ട് ഡൗൺ ചെയ്യാം. എന്നിട്ട് ആ റിലാക്സേഷൻ ഡീപ്പൺ ചെയ്യാം. ഡീപ് ബ്രീത്ത് നിർത്തി ഈ മസ്കുലർ റിലാക്സേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്യും 10 മുതൽ 0 വരെ. ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മെഡിറ്റേഷൻ സ്റ്റേജിലേക്ക് എത്തി, നിങ്ങൾ പൂർത്തിയായി, മെഡിറ്റേഷൻ പൂർത്തിയായി. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചിന്തകളില്ലാത്തൊരവസ്ഥയിൽ നിന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, വിഷ്വലൈസേഷൻ കൊടുക്കുന്നു. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് സങ്കല്പിക്കുക, അതിനെക്കുറിച്ച് കമാൻഡുകൾ കൊടുക്കുക. അപ്പൊ ഇന്ന് നമ്മൾ കൊടുത്തത് എന്താണ്, ഇന്നെന്താ നമ്മൾ കൊടുത്തത് മെഡിറ്റേഷനിൽ? ഒന്ന് കമന്റ് ചെയ്തേ. ലക്ഷ്യങ്ങളെ കുറിച്ചാണ് വിഷ്വലൈസേഷൻ കൊടുത്തത്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് അല്ലെ, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ അഫർമേഷൻസ് കൊടുക്കുക. എന്താ അഫർമേഷൻസ്? ലക്ഷ്യങ്ങൾ നേടുന്നതായിട്ട് മനസ്സിൽ കാണുകയും അതിന്റെ കൂടെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കത് ചെയ്യാൻ സാധിക്കും, എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും, അത് നേടിയെടുക്കാനുള്ള അർഹത എനിക്കുണ്ട് എന്നുള്ള കമാൻഡുകൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ പതിയെ എന്ത് ചെയ്യാം, കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് വരിക. ഈ കണ്ണുകൾ തുറക്കുന്നതെന്ന് വെച്ചാൽ ഒരു 5 വരെ എണ്ണീട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കണ്ണുകൾ പതിയെ തുറക്കുക, 0 മുതൽ 5 വരെ. ഇതാണ് മെഡിറ്റേഷന്റെ പരിപൂർണ രൂപം. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്, ഛർദി തോന്നുക, വിയർക്കുക, അതുണ്ട്. ഹീലിംഗ് നടക്കുന്നത് കൊണ്ടാണ്. ആ ഹീലിംഗ് നല്ലതാണ്, അത് തോന്നുന്നത് കുഴപ്പമൊന്നുമില്ല, അത് പതിയെ പതിയെ റെഡിയായി വന്നോളൂ കേട്ടോ. പറഞ്ഞോളൂ, എന്തോ ചോദിക്കുന്നുണ്ട്? എമിനത്ത് മാം പറഞ്ഞോളൂ. എങ്ങനെ മെഡിറ്റേഷൻ എല്ലാ ദിവസവും രാവിലെ ഉണ്ടല്ലോ? അല്ലല്ല, നിങ്ങൾ സ്വന്തം ചെയ്യിക്കുന്നല്ലോ. ഞാൻ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ ഒന്നും കൂടി ഉഷാറായിട്ട് ചെയ്യാനുള്ള അറിവ് പറഞ്ഞുതരാം. ഷുഗർ മാറി? ഞാൻ ഗുളിക കുടിക്കലില്ല. എനിക്ക് നാള് ഞങ്ങൾ അവിടെ വന്ന അതിന്റെ ശേഷമാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇത് കിട്ടിയിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് ഒരു അസുഖമില്ല എനിക്ക് ഇന്ന് വരെ. എനിക്ക് ഇന്നലെ ഞാൻ നിലമ്പൂര് പോയി മോളെ കൊണ്ടുപോയി ആക്കാനും പോയി വരുന്നതുകൊണ്ട് ഒരു അസുഖം വന്നിട്ടില്ല. എനിക്ക് മറ്റു തലവേദന ഉണ്ടായാലുണ്ട്, തട്ടം ചുറ്റി കെട്ടിയാലൊക്കെ, അതൊന്നും എനിക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ EFT ചെയ്തതാണ് അല്ലേ? EFT ചെയ്തതിന് ശേഷം ഉണ്ടായ ബെനിഫിറ്റ് ആണ്. ഞാൻ എല്ലാ മെഡിറ്റേഷനിലും ഉണ്ടായിരുന്നു, ഇന്നലെ മാത്രമേ ഞാൻ ഇല്ലാത്തുള്ളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. കൂടുതൽ റിസൾട്ട് ഉണ്ടാവട്ടെ, അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറട്ടെ. നമ്മൾ അന്ന് ബാല്യക്കാരത്തി ആയിരിക്കണം, അതായത് യുവതിയായി മാറി, എനർജിയൊക്കെ തിരിച്ചു കിട്ടി, തിരിച്ചു കിട്ടി നമ്മളെ. വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഉഷാറാവട്ടെ, നല്ല രീതിയിൽ ഉഷാറാവട്ടെ. അപ്പോ വെരി ഗുഡ്, വെരി ഗുഡ്. 1 ഡേ പ്രോഗ്രാം എന്നാണ് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് വരാൻ സാധ്യതയുണ്ട്. എനിവേ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിയിക്കേണ്ടത്. ഇപ്പൊ എന്തായാലും 30-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ടോട്ടൽ ട്രാൻസ്ഫോം ചെയ്യാൻ. ഇപ്പൊ ഇതേപോലെ കണ്ടില്ലേ, അവരുടെ ഷുഗറിന്റെ പ്രശ്നം മാറി, നമ്മുടെ EFT പ്രോഗ്രാം ചെയ്തു, അതേപോലെ തന്നെ കണ്ടിന്യൂസ് സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു, കാര്യങ്ങൾ പങ്കെടുക്കുന്നു, ഷെയർ ചെയ്യുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ആ ഒരു കുട്ടിക്കാലത്തെ എനർജി കിട്ടണം. യെസ്, കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് ഇങ്ങോട്ട് വരിക. 30-ാം തീയതി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോഗ്രാമിലേക്ക് വരിക. കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെ? ഉറപ്പാണ്. നമ്മളൊന്നും നമ്മളൊന്നും നിൽക്കണ്ട. ഞാൻ ആദ്യമൊക്കെ എന്താ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. എന്റെ മോള് ചേർത്തിയാണ്, അപ്പൊ അത് മുതലിച്ചിട്ട് ഞാൻ മെഡിറ്റേഷൻ ഒഴിവാക്കലില്ല. മെഡിറ്റേഷൻ ക്ലാസ് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യും. അതിന്റെ ശേഷം എനിക്ക് ഭയങ്കര എനർജി. ക്ലാസ് എനിക്ക് വേണ്ടിയിട്ട് എടുത്ത മാതിരി ഉണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ അത്രയ്ക്ക് എനർജി എനിക്കുണ്ട്. വെരി ഗുഡ്, ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച്, ഐ എം സോ ഹാപ്പി. അപ്പോൾ പറഞ്ഞവരെന്ത് വെച്ചാൽ നിങ്ങൾ എന്ത് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് വരിക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് നാളെ വീണ്ടും വരും. നമ്മുടെ ഒരു സംശയം ചോദിച്ചോളൂ. വിഷയത്തിൽ പെട്ടല്ല, എന്നാലും ചെറിയ കുട്ടികളിലെ വായിൽ പുണ്ണൊക്കെ വരുന്നതിന്റെ എന്തെങ്കിലും റീസൺ ഉണ്ടാവോ? ആക്ച്വലി ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ അവർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ. വായിന്റെ പുണ്ണിലൊക്കെ വരുന്നത് വെച്ചാൽ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് വരും.
അവരുടെ എനർജിയായിട്ട് കണക്റ്റഡ് ആണ് അവർ നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യേണ്ടത് നന്നായിട്ട് ഹീൽ ചെയ്യാം. കുട്ടികളെയും ചിലപ്പോൾ കുട്ടികൾ നല്ല സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. സ്ട്രെസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന വായിലെ പുണ്ണിന്റെ ഒക്കെ പ്രശ്നം. അപ്പൊ അത് ഹീൽ ചെയ്ത് എന്ത് ചെയ്യണം വെച്ചാൽ കളയണം. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ, നിങ്ങൾ ആള് എന്റെ ഫാദറുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതാണ്. അപ്പൊ എപ്പോഴും അവരുടെ ഇരിക്കുന്ന അവിടെ പോയിരിക്കും. ആക്റ്റീവ് അല്ല തീരെ. മൂപ്പര് എന്റെ ഫാദർ എന്ന് വെച്ചാല് പിന്നെ ഇപ്പം ഇത് ആയിക്കഴിഞ്ഞ ആളാണ്, 70 വയസ്സായി. പിന്നെ റിട്ടയർഡ് ആയ ആളാണ്. അപ്പൊ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ ഫോൺ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവനും ആ ഒരു തരത്തിൽ തന്നെ ഇങ്ങനെ പോവാണ്. ഇത് ആക്റ്റീവ് അല്ല, ഇങ്ങനെ ഇരിക്കും, അവരുടെ കൂടെ തന്നെ ഇരിക്കും, കളിക്കാനൊന്നും എത്തില്ല. അവര് തന്നെ വേണം. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴാ വരാ അങ്ങനെ ഒരു ആങ്സൈറ്റി, അങ്ങനെയുള്ള ഒരു ഇതിലാ കുട്ടി പോകുന്നത്. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പോക്ക് നല്ലതല്ല എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. ആങ്സൈറ്റി ആയിരിക്കാം അവർക്ക് അസുഖങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഒന്ന് കട്ട് ചെയ്യണം. നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളെ മക്കളെ അവരിൽ നിന്ന് പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തണം, പുതിയ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കണം. മനഃപൂർവ്വം ചെയ്യേണ്ട പണിയാണ്. ഞാൻ മനസ്സിൽ കരുതി കുറച്ച് ടോയ്സോ അങ്ങനെ എന്തെങ്കിലും അവനെ ശ്രദ്ധ ഒന്ന് മാറ്റി കൊടുക്കുന്ന രീതിയിൽ കൊണ്ടുവരണം എന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതല്ലാതെ അവര് കുറച്ച് ആക്റ്റീവായ ആളാണെങ്കിൽ കുഴപ്പമില്ല. അവര് തീരെ ആക്റ്റീവ് അല്ല, എപ്പോഴും ഇങ്ങനെ എന്താണ് ഒരു അത് ഈ മൊബൈലിന്റെ ഇതിലേക്ക് കുട്ടികൾ അട്രാക്ട് ചെയ്യുന്ന അതായിരിക്കും, മൊബൈൽ കിട്ടുന്നു എന്നുള്ള കാര്യമായിരിക്കും. അല്ല, മൊബൈല് എല്ലാ സമയം ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുറെ ഒരു എന്താ പറയാ, ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാതെ ശ്രദ്ധിക്കുക. അതിന് വേണ്ട പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക. കുട്ടികളെ കുട്ടികളെ നമ്മൾ തിരുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്, അവർക്ക് ഒരു കാര്യത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു കാര്യം വേണം. അപ്പൊ വേറെ ആക്ടിവിറ്റികൾ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങളിലേക്ക് അവരെ ശ്രദ്ധ തിരിച്ചു വിടുക. അവർക്ക് എക്സൈറ്റ്മെന്റ് കൊടുക്കുന്ന പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, പുതിയ ടാസ്കുകൾ കൊടുക്കുക, അവരെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കാം. അവർക്ക് എന്നിട്ട് ജോലികൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അപ്രീസിയേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ശ്രദ്ധ ഒന്ന് മാറ്റിവിടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർ ഉഷാറായിട്ട് തിരിച്ചു വരും കേട്ടോ. ആക്റ്റീവ് ആയിക്കോട്ടെ, സമയം എടുക്കും, ബട്ട് യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വയറ് സംബന്ധമായ അസുഖത്തെ എങ്ങനെ ഹീൽ ചെയ്യാം? ഷമീർ കബി, വയറുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ തീർച്ചയായിട്ടും സ്ട്രെസ് മൂലമാണ്. അപ്പൊ നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ചില മൈക്രോബയോംസ്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് അത് നടക്കണം എന്നുണ്ടെങ്കിൽ സ്ട്രെസ് മൂലം അത് നടക്കാതെ വരും. അപ്പൊ നമ്മൾ സ്ട്രെസ് വല്ലാണ്ട് എന്ന് വെച്ചാൽ ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷനിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ EFT ടെക്നിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസിഡിറ്റി പ്രശ്നം, വയറുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗ്യാസിന്റെ പ്രശ്നം, അല്ലെ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വയറിൽ വരുന്ന വേദനകൾ, മറ്റുള്ള സംഗതികൾ, കാര്യങ്ങൾ, അതേപോലെ തന്നെ ബവൽ സിൻഡ്രോം, ഇങ്ങനെയുള്ള സംഗതികൾ, ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ EFT ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ EFT പഠിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കം ടു ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ. ഓക്കെ, നാളെ വീണ്ടും. ഇന്നല്ല, ചൊവ്വാഴ്ചയാണ് ഹീലിംഗ് ഉള്ളത് കേട്ടോ. താങ്ക് യു സോ മച്ച്.